ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് ജൂൺ 24. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ പോകണം. അപ്പോൾ എനിക്ക് പോയി റെഡി ആവണം. അതിന് മുന്നേ ഞാൻ സാനുവാണ് ഇവിടെ ഉറങ്ങാറ്. അപ്പൊ സാനു രാവിലെ എണീച്ചപ്പോ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ അവള് വന്നിട്ട് ഒക്കത്തിൽ വിളിച്ചിട്ട് ഗിഫ്റ്റ് തന്നു. ഞാൻ പ്രോപ്പറായി കണ്ടില്ല. ഇന്നലെ രാത്രി ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് കുറെ ലേറ്റ് ആയി ഉറങ്ങാൻ. പിന്നെ കുറെ എൻ്റെ എല്ലാവരും സ്റ്റാറ്റസും ഇവിടുത്തെ വണ്ടി എൻ്റെ മൈക്കൊക്കെ താഴെ ഇരിക്കട്ടോ, സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ നോക്കി ഇരുന്നിട്ട് ലേറ്റ് ആയി ഉറങ്ങാൻ. അപ്പൊ ഞാൻ പകുതി ഉറക്കത്തിലാണ് എനിക്കിത് അവള് തന്നെ. ഒന്നും കൂടെ തുറന്ന് നോക്കട്ടെ. ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് ഉണ്ട്. ഡ്രസ്സാണ്, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതെ, ഞാൻ ഇടുന്ന പോലത്തെ ഒരു ഫ്രോക്ക് ടൈപ്സ് ആണ്. ഇതെനിക്ക് രാവിലെ തന്നെ സാധനം കൊണ്ടു തന്ന. അപ്പൊ രാവിലെ എനിക്ക് ആന്റിയും വന്നിട്ട് എന്നെ വിഷ് ചെയ്തായിരുന്നു. അതൊക്കെ ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടൊന്നും നോക്കാൻ പറ്റില്ല. ഇതായിരുന്നു. പിന്നെന്താ, ഇപ്പൊ അമ്പലത്തിൽ പോണം രാവിലെ തന്നെ. എൻ്റെ കസിൻ വരും. അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് റെഡി ആവട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കൊച്ചിയിലുണ്ടാകുമ്പോൾ പുണ്യയും ദുപ്പിയും കൂടെ ഒരു സർപ്രൈസ് തന്നായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴേക്ക് ഞാൻ കുളിച്ച് റെഡിയായി വരാം. There's not much to do when all I can is thinking about you not doing well. Don't know where you are, 'cause you're not here. It's been way too long. ഇതിപ്പോ ഏതാ എടുക്കണ്ടേ? എടുത്തോ. എനിക്ക് അങ്ങനൊന്നുമില്ല, നീ എടുത്തോ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇത് ജാനകിക്കും ഇത് നിനക്കും. That's all I want. ഇത് ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാക്കും. ഇത് ലെറ്റർ ഉണ്ട്, എനിക്കറിയില്ല. ഇത് എനിക്ക് ഇത് ഡുപ്പിക്കും. Happy birthday to you. Happy birthday. We talk on the phone every night. Love to hear your voice. അല്ല, Not മനസ്സിലാവില്ല. ചെറിയ സ്നേഹിക്കുന്നു. and I know അത് കൊടുക്ക, അതിന് ഹാപ്പി ബർത്ത്ഡേ. way too long. She left her home to find where she belongs. Her mother's scared to leave her all alone, but she got time and she knows what to figure out. This ain't in a dream, a place where it seems that love will come around. So don't stay, you regret it all too much. Just wait, I will find you someday. നമ്മൾ നേരത്തെ റെഡിയായി, പക്ഷെ പോവാൻ ലേറ്റ് ആയി. ഇവൻ വന്നിട്ട് കുറെ നേരമായി. നമുക്ക് ഓട്ടോ പിടിക്കണം.
നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്ന് ഞാൻ എൻ്റെ വിഷു വ്ളോഗിലൊക്കെ പറഞ്ഞ ചെറുനമ്പലാട്ടോ ഇത്. പിന്നെ അമ്പലത്തിൽ വന്ന് കുറേ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിത് പായസം, ഇത് അന്നപൂർണേശ്വരി അമ്മയുടെ പായസമാണ്, ഈ പായസം. പിന്നെ ഞാൻ കൃഷ്ണന്റെ പായസം കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ഉച്ചയ്ക്ക് കിട്ടുള്ളൂ. പാൽപായസം, കൃഷ്ണന്റെ പാൽപായസം അത് ഉച്ചയ്ക്ക് കിട്ടും. അമ്പലത്തിൽ നിന്ന് അധികം വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വീട്ടിൽ പോവാട്ടോ. ഓക്കെ ഗൈസ്, ഇതെന്താ എപ്പോഴും തംസപ്പ് ആണല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിൽ പോട്ടെ. ഇനി ആദ്യം ഓട്ടോ പിടിക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. പിന്നെന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. അയ്യോ, പായസം വീഴും, പായസം വീഴും. ഈ സൈഡിൽ കൂടെ പായസം പിടിക്കും. അയ്യോ, പോയാ? എന്താ നീ ചോദിച്ചേ? ട്രീറ്റ് വൈകുന്നേരം നമ്മൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഫുഡുണ്ട്. യെസ്, അതൊക്കെ ഞാൻ വൈകുന്നേരം കാണിച്ചത്. ഇനിയിപ്പോൾ പോയിട്ട് എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് പോയിട്ട് നോക്കാം. അമ്പലത്തിലെ പായസം കഴിക്കുന്നു അപ്പു. നെയ്പായസം ഇതാണ്, നല്ല ടേസ്റ്റാ അല്ലേ? ഞാനും നെയ്പായസം കഴിക്കാണല്ലോ. ഞാൻ അമ്പലത്തിൽ പോയില്ലേ? അപ്പൂരിണ്ട്, അപ്പൂരിണ്ട്. അപ്പു രാവിലെ വന്നു, 8:30 വന്നു. കൊച്ചു കണ്ട ഫ്ലോർ ഗൈസ്. പെട്രോൾ അടിക്കണേ. പിന്നെ നീ ആടെ വന്നോ? നമ്മള് നമ്മളെ ഓട്ടോയിലായിരുന്നു. നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകാന്ന്. പുതിയ വീട് ഞാൻ കാണിച്ചു തരൂല, കുറച്ച് കാണിച്ചു തരാം, ഫുള്ള് കാണിച്ചു തരൂല. പുതിയ വീട്ടിൽ ഇപ്പം ചെടി നടന്നുണ്ട്. ഇതേ ചെടിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓൾറെഡി തൃശ്ശൂർ പോയിട്ട് ചെടിയൊക്കെ മേടിച്ചായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അച്ചമ്മയുടെ ചെടി മോഷ്ടിച്ചു ഗൈസ്. അച്ചമ്മയുടെ ചെടികൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നമുക്കിനി പുതിയ വീട്ടിൽ പോകാം. ചെടി അപ്പോഴേക്കും അവിടെ എത്തും. അത് അവിടെ എൻ്റെ അച്ഛൻ്റെ വീട്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാട്ടോ, നമ്മുടെ കോൺവെന്റ് ആശുപത്രി എന്ന് പറയും. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. നമ്മൾ പുതിയ വീട്ടിലെത്തി. വീട് ഞാൻ കാണിക്കൂല കേട്ടോ, അത് സർപ്രൈസാ. ഇപ്പം ഇവിടെ ചെടി ഗാർഡനിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മൾ തൃശ്ശൂർ പോയി മേടിച്ച ചെടികളാ. ഇവിടെ പേൾ ഗ്രാസ് വെച്ചു, കുറേ ചെടികൾ ഉണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ആവശ്യമുണ്ട്, അതാ നമ്മൾ വീട്ടിൽ നിന്ന് പൊക്കിയിട്ട് വന്നേ അമ്മമ്മയുടെ ചെടി, അച്ഛമ്മയുടെ ചെടി. യെസ്, നമുക്ക് ഉള്ളിൽ പോവാം. ഉള്ളില് കാണിക്കണോ? നോക്കട്ടെ, വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാം. ബാ, വൃത്തിയാക്കാൻ വന്നയാ? സോഫയെല്ലാം വെക്കാനാ? ഓ, അപ്പൊ സോഫയെല്ലാം അയച്ചു വെക്കണം എന്നല്ലേ? ആ റൂമിൽ തന്നെ വെക്കുമായിരിക്കും അല്ലേ? ഓക്കെ, സോഫയെല്ലാം വന്നു. പക്ഷെ സോഫ ഒന്നും ഇത് അയച്ചിട്ടില്ല. എന്താ പറയാ, അതിന്റെ പാക്കറ്റിൽ നിന്നൊന്നും പൊട്ടിച്ചിട്ടില്ല. അതെ, ഓൾ കസ്റ്റമൈസ്ഡ് സോഫാസ് വന്നു. ഇനിയിപ്പോൾ ഇത് ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ എല്ലാം പൊട്ടിച്ച് വെക്കും. ഈ റൂം ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ. അതെ, ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കോ, എൻ്റെ അടുത്ത് കീ ഇല്ല. ഇത് ഹോം തിയേറ്റർ, ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞു. ഇനി അതിൻ്റെ സൗണ്ട് സിസ്റ്റംസ് മാത്രം ഒന്ന് വെച്ചാൽ മതി. അപ്പം ഇന്ന് അത് വെക്കും. അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സീറ്റും ഒക്കെ എല്ലാം സെറ്റായി. ഈ റൂം ഫുള്ളി സെറ്റാണ്. പക്ഷെ ഇപ്പം കാണിക്കാൻ പറ്റില്ല, ഇത് എന്തായാലും ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കാണിക്കൂല. എന്ത് ദുഷ്ടയാന്ന് വിചാരിക്കും. ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്, ഫ്രണ്ട് വ്യൂ വരുന്നത്. നമ്മുടെ ഗാർഡനിങ് പണികളൊക്കെ നടക്കുന്നുണ്ട്. ആ മരല്ലേ,
ഇപ്പോൾ വെച്ചേക്കുന്ന ആ മരം, അത് വലിയ മരം കേട്ടോ. ആ ഒരു വൈറ്റ് ലീഫ് പോലെ കാണുന്നില്ലേ, അത് വലിയ മരം. നല്ല ഭംഗിയാണ് അത് വളർന്നു വന്ന, നല്ല രസമാണ്. അത് പെട്ടെന്ന് വളരും ആ മരം, നല്ല രസമാണ് ആ മരം കാണാൻ. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അയ്യോ ഇപ്പം ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഞാൻ കാണിക്കൂല. ഹാപ്പി ബർത്ത്ഡേ. നീ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടില്ലേ? അല്ല, രാവിലെ വന്നിട്ട് വിഷ് ചെയ്തിട്ടല്ലോ. ആ അങ്ങനെ, അതിനാ നീ ഇങ്ങോട്ട് വന്നേ? ഓ വിഷ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു ഗൈസ്. നീ എനിക്കൊരു വിഷ് തന്നോടാ നേരിട്ട് വന്നിട്ട്. രാവിലെ വന്നിട്ട് നീ എന്നെ വിഷ് ചെയ്തോ? അപ്പോ ഇന്നലെ രാത്രി ചെയ്തിന്, അതിവനും ചെയ്തിന്. ആ കഴിഞ്ഞു. ഓ അങ്ങനെയല്ലോ ഉണ്ടാ? കൊച്ചു അപ്പൂനെ കൊണ്ടാക്കി വന്നു. ഇനി ഞാൻ പോട്ടെ, വീട്ടിൽ പോട്ടെ. കയറട്ടെ? എല്ലാരും പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം. ഇല്ല, രാവിലെ എടുത്തു ഈ വേഷത്തില് കൊറേ വീഡിയോ. ഞാൻ വീണ്ടും അമ്പലത്തിൽ വന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാൽപ്പായസം ഉച്ചയ്ക്ക് കിട്ടുള്ളൂ എന്നപ്പതേ പാൽപ്പായസം മേടിച്ചു. ഇനി വീട്ടിൽ പോണം. വീണ്ടും കൊച്ചുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. പിന്നെ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പാറും മീൻകറിയൊക്കെ ആയിരുന്നു. കാരണം ഈവനിങ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് മേടിച്ച പായസം, യമ്മി പായസം. ഇത്ര നേരം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ചുമ്മാ കിടക്കായിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വന്ന്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം, എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. നോക്കൂ ഗൈസ്, കൊച്ചു അടിച്ചുമായിരുന്നു. അതാ ഞാനിവിടെ വെറുതെ നിൽക്കുക, കൊച്ചു അടിച്ചു വരാ. ഗുഡ് ബൈ. വേണ്ട നീ ചെയ്തോ ഗുഡ് ബൈ. അങ്ങനെ വേണം. ഞാൻ അടുക്കളയിൽ പോകുന്ന വഴിക്കാ കൊച്ചു അടിച്ചു വരുന്ന കണ്ടിട്ട് ഞാൻ വന്നത്. ഇനി നമുക്ക് അടുക്കളയിൽ പോവാം. ഷെഫ് രസ്ന. ഇതെന്താ, ചിക്കൻ ചില്ലി അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്തൊക്കെയാന്ന് പറ. എന്തൊക്കെയാ ഇന്ന് തിന്നാൻ? ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചെമ്മീൻ ചുക്ക. ഓക്കെ, പിന്നെ കേക്ക്. പൊറോട്ട ഉണ്ടാവും. പൊറോട്ട മാത്രം പുറത്തുനിന്ന് മേടിക്കും, ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ കുക്ക് ചെയ്യും. കൊച്ചിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം. ഷെഫ് രസ്ന ഓൺ ഡ്യൂട്ടി. അമ്മ എന്താ ചെയ്യുന്നേ? കൊതുവിനെ ചൊറിയുന്നു. വിട്ടോട്ടോ. ആഹാ, എല്ലാ ദിവസവും യമ്മി ഫുഡ് കഴിക്കാം. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അച്ഛനൊരു 3-4 ഡേയ്സ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ മാത്രമല്ല, പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണല്ലോ, അപ്പോൾ കുറച്ച് ആവശ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു വീട്ടിന് വേണ്ടിയിട്ട്. അപ്പം അതിനും കൂടെ വേണ്ടി വന്നാണ്. അപ്പോൾ ബർത്ത്ഡേയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈം നോക്കി വന്നു എന്ന് മാത്രം. ഹലോ ഗൈസ്, ഞാൻ പുതിയ ഡ്രസ്സിൽ, പുതിയ മുഖമില്ല, പഴയ മുഖം, പക്ഷേ പുതിയ ഡ്രസ്സിൽ വന്നേക്കുക. ഇത് അച്ഛൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, അച്ഛൻ കൊണ്ട് തന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്ക് പാർക്കിൽ വന്നേക്കുക. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ നേരെ കേക്ക് മേടിക്കാൻ തളിപ്പറമ്പ് റോളോഷിൽ പോവും. ഇവിടുത്തെ കേക്കൊക്കെ ഭയങ്കര യമ്മിയാണ്. ഞാൻ മുന്നേ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര യമ്മി കേക്കായിരുന്നു ഞങ്ങൾ അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചീസ് കേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്.
അപ്പോൾ അത് മേടിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. അപ്പൂതേ ഇവിടെ നിന്ന് ക്യാൻഡിഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ക്യാൻഡിഡ് ഫോട്ടോസ് എടുത്തേര്, അത് നല്ല രസമല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാം. അത് നല്ല ഫോട്ടോ കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്. കാണുന്നില്ലല്ലോ. നൈസ്. ഗൈസ്, ഈ വെള്ളത്തിൽ പോയാൽ എനിക്ക് നീന്താൻ അറിയില്ല. എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കും നീന്താൻ അറിയില്ല. ഓ, പ്രതിഭാട്ടനുണ്ട്, കുഴപ്പമില്ല, പ്രതിഭാട്ടൻ നീന്താൻ അറിയായിരിക്കും, രക്ഷിക്കും. പക്ഷെ ചളി വെള്ളമാ. പക്ഷെ എൻ്റെ മുഖത്ത് ആറ്റിറ്റ്യൂഡ് ചേർത്ത്. എൻ്റെ മുഖത്ത് എന്താ ഒരു കൊതു ഇങ്ങനെ ഇരിക്കുന്നേ? എൻ്റെ മുഖത്ത് കൊതുക് അടിച്ചിട്ട് പൊങ്ങാൻ തുടങ്ങിയത് ഇവിടെയൊക്കെ. മേലാസകലം. ഓ, കൊതു നല്ലോണം കടിക്കുന്നുണ്ട്. മേലാസകലം കടിച്ച് ചൊറിയാൻ തുടങ്ങിയിട്ടല്ലോ. മുഖത്താ കുറെ കടി കിട്ടി, ഇവിടെയൊക്കെ കിട്ടി. സൂമിന്നാണോ? കിട്ടിയാ? മറ്റേത് ആടുന്നെടുത്ത ഫോട്ടോസാ നല്ല. ഈ അപ്പുവും കൊച്ചും പിന്നെ എൻ്റെ അച്ചുവാട്ടനുണ്ട്. അച്ചുവാട്ടൻ ദുബായിലാണ്. ഇവർ മൂന്നാളും എനിക്ക് എന്ത് ആവശ്യമുണ്ടോ, എനിക്ക് എന്ത് പ്രശ്നമുണ്ടോ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കും. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു എല്ലാവരും എനിക്ക് ചെയ്തു തരും കേട്ടോ. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു, വേഗം കഴിഞ്ഞു. ഒരു അരമണിക്കൂറൊന്നും എടുത്തിട്ടില്ലേ, ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഒരു 20 മിനിറ്റ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ ബാക്കിൽ എസ്തെറ്റിക് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. മാറല്ലേ. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന രണ്ടാളും മാറിക്കളിക്കുന്നതേ. അതെ. ഓക്കെ, ഫോട്ടോ എടുത്തു. ഇനി നമ്മൾ കളിപ്പറമ്പ് പോയിട്ട് കേക്ക് എടുക്കാൻ പോവാ. കൊച്ചു കിട്ടാണ്ടിരിക്കാൻ മാറിയിരിക്കുന്നു. നമ്മൾ ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ല എൻ്റെ മുഖത്തൊക്കെ കൊതു കടിച്ചു കണ്ടോ? ദേ ഇവിടെയൊക്കെ കൊതു. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you. കേക്ക് കിട്ടി ഗൈസ്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ മേടിച്ച് ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5:15 എന്തോ ആയിട്ടോ സമയം. സാധനം സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, എനിക്ക് ഭയങ്കര ഉറക്കം വരിക. ഞാനിങ്ങനെ ഓട്ടോയിൽ ഇരുന്നിട്ട് ഉറങ്ങി തൂങ്ങി വീഴായിരുന്നു. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും, നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ. അയ്യോ, എനിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ വയ്യ, കണ്ണടഞ്ഞു പോന്ന്. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയുടെ പേരൻസ് വരുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററും ഫാമിലി, അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ബാക്കി എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ ബ്രദറും ഫാമിലിയും അച്ഛൻ്റെ സിസ്റ്ററും ഫാമിലിയും എല്ലാവരും ഉണ്ട്. അച്ചുവേട്ടനും ആദിത്യേച്ചി ഇല്ല, അവർ രണ്ടാളെയും മിസ് ചെയ്യുന്നുണ്ട്. അച്ചുവേട്ടൻ ദുബായിലുള്ളത്, ആദിത്യേച്ചി കോളേജിലാണ് വയനാട്. അപ്പോൾ ചേച്ചീനെ ഞാൻ മിസ് ചെയ്യുന്നു ചേച്ചി. പിന്നെ എൻ്റെ റിച്ചുവിന് വയ്യാണ്ടിരിക്കുക, അതുകൊണ്ട് റിച്ചു ഇല്ല. റിച്ചുയുടെ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അവളെ ഞാൻ മിസ് ചെയ്യുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങും എല്ലാവരും വന്നിട്ടുള്ളതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പു വീണ്ടും ഡ്രസ്സൊക്കെ മാറി വന്നു ഗൈസ്. അപ്പുവിന്റെ 3rd കോസ്റ്റ്യൂം. എന്തേ സുഖല്ലേ? അച്ഛൻ നേരത്തെ വന്നു, ലൈറ്റ് ഇല്ല. ഏതാന്ന് പിറന്നാളായിട്ട് എന്തോ ഉണ്ട കൊണ്ട് തന്നിട്ടുണ്ട്. എന്തോ ഉണ്ട കൊണ്ട് തന്നിട്ടുണ്ട്. അമ്മമ്മ ഇതെന്താ ലഡുവാ? അപ്പു കാണാൻ വന്നിട്ടാ
അങ്ങനെ അമ്മയുടെ പേരൻസ് ഒക്കെ വന്നു. അമ്മയുടെ അച്ഛൻ ഷോപ്പ് അടിച്ചിട്ട് നേരെ വന്നത്, അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നത്. അമ്മയുടെ അമ്മ ഇതേ കുറച്ച് മുന്നേ വന്നിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അച്ഛൻ മാസ്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അച്ഛന് ചെറിയ കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ ഫുഡ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും മേമയും ആൻറ്റിയും പിന്നെ അച്ഛമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അവർ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഫുഡ് കുറേ ഉണ്ടാക്കണമായിരുന്നല്ലോ. നിന്നെ എടുക്കൂ. ഹായ് പറ റിച്ചു. റിച്ചു ഹായ് പറ റിച്ചു. ഹായ്. സൗണ്ട് ഇല്ലടാ, മിണ്ടാത്തിയാന്നാ കൊടുത്തു കാണുന്നില്ലല്ലോ. ആ വേണ്ട വേണ്ട, ഇത്ര മതി, അല്ലെങ്കിൽ ഓവറായി പോവും. അതെ എല്ലാരും ഉണ്ട് ഇവിടെ ചെറുന്നില്. നിങ്ങളെപ്പാ വരുന്നത്? അതെയാ. പിന്നെ ഈ കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നും, ഇതെന്താ ഇങ്ങനെ ഒരു കേക്ക് എന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര എമ്മി കേക്കാട്ടോ, ഒരു വെരി ഡിഫറെൻറ്റ് ഫ്ലേവറാണിത്. പിന്നെ അതിൻ്റെ പുറത്തൊന്നും എഴുതാൻ പറ്റില്ല, അത് പരക്കും, അതുകൊണ്ടാണ് പുറത്തൊന്നും എഴുതാഞ്ഞത് കേട്ടോ. ഇത്ര ആളുണ്ടായിട്ട് പാട്ടിനൊരു ഉഷാറില്ലല്ലോ. ഞാൻ തന്നെ നോക്കട്ടെ. Even if you're gone, I won't forget you. You're all I know, what I need, and that ain't changing. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അതിൻ്റെ എല്ലാ വിഷ്വൽസൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. എൻ്റെ ഫാമിലി കുറേ പേരുണ്ടായിരുന്നു അവിടെ. അച്ഛനും അമ്മമ്മയ്ക്ക് കൊടുക്കുന്നൊക്കെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടി, കുറേ ഡ്രസ്സ്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററും അച്ഛൻ്റെ ബ്രദറും എല്ലാവരും എനിക്ക് ഡ്രസ്സും ചോക്ലേറ്റ്സും, അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ എനിക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടി കേട്ടോ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക്. If I could lay down beside you, I would. If I could lay down beside you, I would. പിന്നെ ദേ നമ്മുടെ അമ്മമാരുണ്ടാക്കിയ നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. എനിക്ക് കുറേ കഴിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും രാത്രി ഉറങ്ങാൻ പോയ സമയത്തൊക്കെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ കുറേ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. അങ്ങനെ കൊള്ളുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ചെറിയ പനി വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം നമ്മൾ കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. ഹലോ, ഇന്ന് ആക്ച്വലി 25th ഇന്നലെ എനിക്ക് വ്ളോഗിന് ഒരു എൻഡിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ഇഷ്യൂസ് വന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്കെന്തോ വയ്യാണ്ടായി, പനിയൊക്കെ പിടിച്ച പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒട്ടും വയ്യാണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും എന്തോ തീരെ ഫുഡൊന്നും കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോന്റെ എൻഡിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ പ്രത്യേകിച്ച് അതിന് ശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഒരു 12:30 ആയപ്പോഴാണ് എല്ലാവരും പിരിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഉറങ്ങാൻ പോയി, കാരണം തീരെ വയ്യായിരുന്നു. പിന്നെ ഫുഡും ഞാൻ പ്രോപ്പറായിട്ടൊന്നും എനിക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല, എന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ വിശേഷം. പിന്നെ ആ കേക്ക് ഭയങ്കര യമ്മി കേക്കായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് ആ ഒരു ഫ്ലേവറിലൊരു കേക്ക്, ഫ്ലേവർ അല്ല, ആ ഒരു ടൈപ്പ് ഓഫ് കേക്ക് കഴിക്കുന്ന ഒരു അത് ടെൻഡർ കോക്കനട്ട് ചീസ് ക്രീമായിരുന്നു. ഭയങ്കര യമ്മി, ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി കേക്കായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കേക്ക്. പിന്നെ ടെൻഡർ കോക്കനറ്റിന്റെ ഒരു ചെറിയ ഒരു പുളിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര
ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മധുരം, കറക്റ്റ് ആയിരുന്നു സ്വീറ്റ്നെസ് ഒക്കെ. അപ്പൊ കേക്കും അടിപൊളിയായിരുന്നു. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ ഒരു ദിവസം. എങ്ങനെയായിരുന്നു എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എപ്പോഴും പറയുന്ന പോലെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ബൈ. Even if you're gone, I will remember you're all I know, what I need, and that ain't changed.